മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയതോടെ 40-ലധികം യാത്രക്കാർ ലക്ഷദ്വീപിൽ കുടുങ്ങി. രാവിലെ 10:30 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് റദ്ദാക്കിയത്. അലയൻസ് എയർ വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 40-ലേറെ പേർ വെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെ അഗത്തി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ്, എന്തുകൊണ്ടാണ് ഈ മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വിമാന കമ്പനി അധികൃതർ കടന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ഈ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെയൊക്കെ സാഹചര്യം ഇപ്പോൾ ഏത് വിധമാണ്? എന്തെങ്കിലും മറ്റു വഴികൾ തേടുന്നുണ്ടോ? ശ്രീലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക വിശദീകരണത്തിന് ഇതുവരെയും വിമാന കമ്പനി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലയൻസ് എയർ എന്ന വിമാനമാണ് ഈ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. ഇന്ന് രാവിലെ 10:30 വിമാനം പുറപ്പെടും എന്നാണ് അറിയിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ രാവിലെ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനുള്ള യാത്രക്കാർ അഗതി എയർപോർട്ടിലെത്തി. പക്ഷെ പിന്നീട് ഇതിന്റെ സമയക്രമം മാറ്റിവെക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വിമാനം പുറപ്പെടുമെന്നും അതിന്റെ സമയക്രമം മാറ്റിയതായിട്ടുള്ള ഒരറിയിപ്പും ഇവർക്ക് ലഭിച്ചു. പക്ഷേ ഉച്ചയോട് തന്നെ ഈ വിമാനം നിർത്തിവെച്ചു എന്ന അറിയിപ്പാണ് പിന്നീട് ലഭിച്ചത്. ആ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും ഈ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു. ഇതോടുകൂടിയാണ് 40-ലധികം വരുന്ന യാത്രക്കാർ കുടുങ്ങിയത്. പ്രത്യേകിച്ച് ഈ ഓണാവധി കഴിഞ്ഞ ലക്ഷദ്വീപിൽ നിന്ന് മടങ്ങുകയായിരുന്ന കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരാണ് കുടുങ്ങിയിരിക്കുന്നത്. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരുണ്ട്. ഈ വിമാനം റദ്ദാക്കിയതോടുകൂടി ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. തുടർ നടപടി എന്ത് സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് വിമാന കമ്പനിയും വ്യക്തത വരുത്താതായതോടെ നിസ്സഹായാവസ്ഥയിലാണ് തങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നവർ വ്യക്തമാക്കുന്നത്. ശ്രീലക്ഷ്മി. ശരി സൂരജ്, മുന്നറിയിപ്പില്ലാതെ വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് അഗത്തി വിമാനത്താവളത്തിൽ ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. പകരം സംവിധാനമൊന്നും ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടിയും ഇപ്പോൾ വിമാന കമ്പനി അധികൃതർ നൽകുന്നില്ല.